അസ്സലാമു ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയൊക്കെ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 450 ഗ്രാമിൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നീളത്തിൽ കുറച്ച് വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പെപ്പർ, 1 ടീസ്പൂൺ പെപ്പർ, ഇതൊക്കെ ഒന്ന് പൊടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ക്രഷ്ഡ് ചില്ലി 1 ടീസ്പൂൺ, പിന്നെ വേണ്ടത് ഒറിഗാനോ 1/2 ടീസ്പൂൺ, പിന്നെ നമുക്ക് പാപ്രിക്ക പൗഡർ 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് 1.5 ടീസ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നല്ല ജീരകം 1 ടീസ്പൂൺ, പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം, നമുക്ക് ചിക്കൻ ആവശ്യമുള്ള ഉപ്പ്. പിന്നെ ഗാർലിക് പൗഡർ 1/2 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഗാർലിക് ഒരു 2-3 അല്ലി ഗാർലിക് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ പൊടി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ എല്ലാം കൂടി യോജിച്ച് വരും. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ കട്ട് ചെയ്ത ചിക്കൻ്റെ പീസസിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒന്നൊരു ½ an hour ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ നന്നായി ഇത് ചിക്കനിലിട്ട് നന്നായി തേച്ച് പിടിപ്പിച്ച് ഇവിടെ മാറ്റി വയ്ക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു ½ an hour കഴിഞ്ഞതിന് ശേഷം പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ യൂസ് ചെയ്താൽ മതി. അത് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. മൂടി വെക്കേണ്ടതൊന്നും ആവശ്യമില്ല. മൂടി വെച്ചാൽ ഈ ചിക്കനിൽ നിന്ന് വെള്ളം വരും. അപ്പോൾ ആ വെള്ളം വന്നിട്ട് ആ മസാലയൊക്കെ, ചിക്കനിൽ പിടിച്ചിരിക്കുന്ന മസാലയൊക്കെ വെള്ളമായിട്ട് അങ്ങനെയാണ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മസാലയൊക്കെ അതിൽ വിട്ടു പോരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, പിന്നെ മൂടി വെക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ചിക്കന് ഒരുവിധം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റുമെന്ന്, ഇങ്ങനെ സ്പൂൺ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് എണ്ണയിൽ പെട്ടെന്ന് തന്നെ കട്ടായി പോരും വെന്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ വേവിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ക്യാപ്സിക്കം, ഒരു പകുതി യെല്ലോ ക്യാപ്സിക്കം, പിന്നെ റെഡും, പിന്നെ ഒരു ചെറിയൊരു സവാളയും കൂടി നീളത്തിലരിഞ്ഞത്, എല്ലാം നീളത്തിലരിഞ്ഞതാണ് അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവയൊന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ്റെ മസാല ചെറുതായി ഒന്ന് ഇതിലേക്ക് പിടിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് യെല്ലോ റെഡൊന്നും ഇല്ലെങ്കിൽ ഗ്രീൻ യൂസ് ചെയ്താലും മതി. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ക്യാപ്സിക്കം യൂസ് ചെയ്യാം. ഇതുപോലെ ഇട്ടിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. കണ്ട, ഇത്ര ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. ഇത്ര തന്നെ മതിയാവും. ഇനി നമുക്ക് ചപ്പാത്തിയുടെ ഉള്ളിലേക്ക്, അപ്പോൾ നമ്മളൊരു വലിയ ചപ്പാത്തിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു 4 എണ്ണത്തിനുള്ള ഫില്ലിങ് ഉണ്ടായുള്ളൂ. അപ്പോൾ ചെറിയ ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ ഒരു 5-6 ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ബലുതായതുകൊണ്ട് തന്നെ അത്രയും നമുക്കിത് നീളത്തിൽ ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇതുപോലെ ചപ്പാത്തിയുടെ ഉള്ളിൽ ഈ ഫില്ലിങ് വെച്ചിട്ട് ചിക്കനും ഈ വെജിറ്റബിളൊക്കെ കൂട്ടിയിട്ടുള്ള ഫില്ലിങ് വെച്ചതിന് ശേഷം അതിലേക്ക് ടൊമാറ്റോ സോസിലേക്ക് ഞാൻ തക്കാളി, ഒരു ചെറിയ തക്കാളി പൊടിയായി അരിഞ്ഞിട്ടതാണ്, അത് നമുക്കിതിൽ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് മയണൈസും ഒഴിച്ചു കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മയണൈസൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇത് റോൾ ചെയ്ത് ഇതുപോലെ തന്നെ, അപ്പോൾ ഞാനൊരു ഫോയിലിൽ വെച്ചിട്ടും റോൾ ചെയ്തെടുക്കുന്നുണ്ട്, ബട്ടർ പേപ്പറിൽ വെച്ചിട്ടും റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ട് കഴിക്കാം. വളരെ സിമ്പിളാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ചൂടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ടോസ്റ്ററിലൊക്കെ വെച്ചൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ടോസ്റ്റ് ചെയ്തിട്ട് കഴിക്കാം. അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ വളരെ ടേസ്റ്റാണ്, വളരെ സിമ്പിളുമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ചപ്പാത്തിയൊക്കെ ബാക്കി വരുമ്പോൾ ചിക്കൻ കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇത് പൊറോട്ടയിലും വെച്ച് കഴിക്കാം, ചപ്പാത്തിയിലും പൊറോട്ടയിലും, പിന്നെ നമുക്ക് കുബൂസിൽ വെച്ചിട്ട് ഇത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്